ഈ വന്യമൃഗാക്രമണം അത് വയനാട്ടിലെ വനാതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം ഇന്നും കാട്ടാനും ഭീതികൾക്കിടയിലാണ്. നീർവാരം വാളമ്പാടി നടുവിൽ മുറ്റം തറവാട്ടിലെ 23 കുടുംബങ്ങൾ വർഷങ്ങളായി നേരിടുന്ന കാട്ടാന ശല്യത്തിന് ഇന്നും പരിഹാരമായിട്ടില്ല. ഫെൻസിംഗുകൾ പലയിടത്തും തകർന്നതോടെയാണ് ആനശല്യം രൂക്ഷമായത്. സ്കൂൾ വിദ്യാർത്ഥികളും തൊഴിലാളികളും ജീവൻ പണയം വെച്ചുള്ള ഈ യാത്രക്കിടെ നിരവധി പേർ കാട്ടാന ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട സംഭവങ്ങൾ ഒരുപാടാണ്. പ്രതികരണം ഒന്ന് കാണാം. കുട്ടികളെ എന്ന് പറഞ്ഞാൽ അച്ഛന്മാർ കൊണ്ട് അപ്പുറത്ത് കൊണ്ടാക്കി കൊടുക്കും. +2 കുട്ടികളൊക്കെ +1 +2 കുട്ടികളൊക്കെ അപ്പുറത്ത് കൊണ്ടാക്കും. പിന്നെ അല്ലാത്തൊക്കെ ചെറിയ മക്കളെ വണ്ടി വന്ന് കൊണ്ടുപോകും. സമാധാനത്തോടെ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. ബോട്ടിനാവുമ്പോൾ ബോട്ട് എല്ലാവർക്കും വേണം. അതിന് മാത്രമേ എല്ലാവരും വരും. പിന്നെ ഇപ്പം തന്നെ തൊഴിലുറപ്പ് പണി ഞങ്ങൾ 5 മണിക്ക് അവിടുന്ന് കയറി ഇവിടെ എത്തുമ്പോഴത്തേക്ക് സമയം 5:45 കുട്ടികളൊന്ന് വന്നിട്ട് വീട്ടിലിരിക്കും. ഞങ്ങൾ വീട്ടിലെത്തണ്ട, മക്കൾ അവിടെ എത്തല്ലോ. കുറേ പ്രാവശ്യം കുടുങ്ങും. അത് ഞങ്ങൾ വിളിച്ചു പറയും. എന്നിട്ട് അവർ ചേറെ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ആന കയറിയിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ ഞങ്ങൾ കയറി പോവുള്ളൂ. പൂർവിക വയനാടൻ ചെട്ടിമാരാണ് ഞങ്ങൾ. എൻ്റെ അച്ഛൻ്റെ കാലത്ത് തന്നെ ഞങ്ങൾ പൂർവികമായിട്ട് ഇവിടെയാണ് താമസം. ഞാൻ വയലിൽ കൃഷി എടുക്കാണ്ട് 8 വർഷമായി. ഭയങ്കര ആനശല്യവും പന്നിശല്യവും ഉണ്ട്. സ്ഥിരമായിട്ട് ആന വരുന്നുണ്ട്. എന്നും ഡെയിലി ആന വരികയാണ്. അപ്പോൾ ഒരു രക്ഷയില്ല. ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞാൽ റോപ്പ് ഫെൻസിങ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ സോളാർ ഫെൻസിങ് ഉണ്ട്, അത് ശരിയാവും, ഇതിനൊരു അറുതി വരും എന്ന് അവർ പറയും. വീണ്ടും ഇത് തന്നെ സ്ഥിതി. നെല്ലുണ്ടാക്കി കഴിഞ്ഞാൽ അത് നാട്ടി കഴിഞ്ഞ് അതിൻ്റെ പുടലെടുക്കുമ്പോൾ തന്നെ അത് ഇതാവും. അതോടുകൂടി നമ്മൾ ഈ കൃഷിയോടുകൂടി മടുത്തു. മാങ്ങ ലേശം തീർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ഭയങ്കര ശല്യമാണ്. കുട്ടികൾക്കൊന്നും പിന്നെ രാവിലെയും വൈകുന്നേരം കൊണ്ടുവിടണം. ഇവിടെ അമ്മ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുവിടണം. ഈ ചക്കി മാങ്ങ സീസൺ നല്ല ശല്യമാണ്. പിന്നെ വേനൽക്കാലം ആകുമ്പോൾ ആന, പിന്നെ കടുവൊക്കെ 2 ആഴ്ച മുന്നിൽ ഒരു കരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കടുവുണ്ടോ ഇഷ്ടം പോലെ. ആനയും കടുവയും പുലിയും ഇതൊക്കെ ഉണ്ട്. ദീപക് മോഹൻ ചേരുന്നു. ദീപക്, എന്ത് കഷ്ടമാണല്ലേ. ആ മനുഷ്യരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാവും അവരുടെ ജീവിതവും തൊഴിലും വിദ്യാഭ്യാസവും ദൈനംദിന ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഈ വന്യമൃഗ ആക്രമണം കാരണം പ്രതിസന്ധിയിലാണ്. ഒന്ന് സമാധാനമായി ഉറങ്ങാൻ പറ്റാതെ, പകലൊന്ന് സമാധാനത്തോടെ പുറത്തിറങ്ങാൻ പറ്റാതെ മനുഷ്യർ ജീവിക്കുകയാണല്ലേ. റോഷ്നി, അതായത് ഈ വനാതിർത്തിയിലുള്ള പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഉന്നതികളൊക്കെ ഉള്ളത് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്താണ്. അതല്ലെങ്കിൽ ആദിവാസി ഉന്നതികളിലേക്കൊക്കെ പോകുന്ന വഴികളൊക്കെ തന്നെ വനമേഖലയിലൂടെയാണ്. കാലങ്ങളായി ഇവരോട് താമസിക്കുന്ന ആളുകളാണ്. പക്ഷേ അടുത്തിടെയാണ് രൂക്ഷമായ വന്യമൃഗശല്യം കൊണ്ട് ഇവർ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇത് കാണാം. ഇത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയ്ക്ക് അടുത്തുള്ള മേഖലയാണ്. ഈ 3 തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് പ്രധാനമായും വനം വകുപ്പ് ഇവിടെ അവലംബിക്കുന്നത്. ഒന്ന് ഹാങ്ങിങ് ഫെൻസിങ്, മറ്റൊന്ന് റെയിൽ ഫെൻസിങ്, അതുപോലെ തന്നെ റോപ്പ് ഫെൻസിങ്, കന്മതിൽ. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് കൽമതിൽ. ഈ കൽമതിൽ പലയിടങ്ങളിലും തകർന്നു കിടക്കുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെ ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ പോലുള്ള വന്യമൃഗങ്ങൾ എളുപ്പത്തിൽ ഇറങ്ങുകയും പിന്നീട് കൃഷി നശിപ്പിക്കുകയും ആളുകളുടെ ജീവന് വരെ ഭീഷണിയാകുന്ന രീതിയിലേക്കൊക്കെ സാഹചര്യങ്ങൾ പോകുന്നത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഹാങ്ങിങ് ഫെൻസിങ്. അതായത് 2 വലിയ കാലുകൾ നാട്ടി ആ കാലുകൾക്ക് കുറുകെ കമ്പി കണക്ട് ചെയ്ത് ആ കമ്പിയിൽ നിരനിരയായി തൂക്കിയിട്ടിരിക്കുന്ന നൂൽക്കമ്പി പോലുള്ള കമ്പികൾ കാണാം. ഇതിലൂടെ വൈദ്യുതി കടത്തിവിട്ടാണ്. ഇതാണ് ഹാങ്ങിങ് ഫെൻസിങ് എന്ന് പറയുക. പക്ഷേ ആന സ്ഥിരമായി ഈ മേഖലയിലേക്ക് വരുന്ന കാട്ടാനകളൊക്കെ തന്നെ വലിയ ഉണക്കമരങ്ങളൊക്കെ ഇതിന് മുകളിലേക്ക് മറിച്ചിട്ട് അതിന് മുകളിലൂടെ ജനവാസ മേഖലയിലേക്ക് കയറുന്നതാണ് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയൊക്കെയാണ് ജനവാസ മേഖലകളിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത്. മറ്റൊന്ന്, ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ, അതായത് വനത്തിൽ നിന്ന് ജനവാസ മേഖലയിലേക്ക് കാട്ടാനകൾ ഇറങ്ങുന്നത് പതിവാണ്. ഈ കന്മതിലൊക്കെ ഇവിടെ കാണാം. ഇതൊക്കെ വർഷങ്ങളായി പണി തീർത്ത കന്മതിലായിരുന്നു. പക്ഷെ അതൊക്കെ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യം. ഇതുവഴിയൊക്കെയാണ് കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. നേരത്തെ നമ്മൾ കണ്ട വാളമ്പാടിയിൽ നിന്ന് തുടർച്ചയായി വരുന്ന വനമേഖലയുടെ ഒരു ഭാഗമാണിത്. വനാതിർത്തിയുമായി പങ്കിടുന്ന ജനവാസ മേഖലയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കന്മതിലൊക്കെ തകർന്നു കിടക്കുന്നത്. അതോടൊപ്പം റെയിൽ ഫെൻസിംഗ് ഉണ്ട്. റെയിൽ ഫെൻസിംഗ് പലയിടങ്ങളിലും ചാർജ് ചെയ്യാറില്ല. കൃത്യമായി വൈകുന്നേര ഇടവേളകളിൽ ചാർജ് ചെയ്ത് ആളുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ അവർ സന്ദേശം അയച്ചാണ് പ്രദേശവാസികൾക്ക് ഇത്തരത്തിലുള്ള അറിയിപ്പുകൾ നൽകാറ്. പക്ഷേ അതും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതാണ് നിരവധി പ്രദേശങ്ങളിൽ വനം വകുപ്പ് ശ്രദ്ധിക്കേണ്ട തുടർ നടപടികൾ എടുക്കേണ്ട വിഷയങ്ങളുണ്ട്. അപ്പോൾ ഈ ജനങ്ങളെയൊക്കെ കേട്ടുകൊണ്ട് ശാശ്വത പരിഹാരം, അതും ശാസ്ത്രീയ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് വകുപ്പ് ചെയ്യേണ്ട കാര്യം.